വാട്സാപ്പ് ഗ്രൂപ്പിന്റെ സ്ഥാപക അഡ്മിൻ റിപ്പീറ്റ് വാട്സാപ്പ് ഗ്രൂപ്പിന്റെ സ്ഥാപക അഡ്മിന്റെ നിലപാട് എങ്ങനെ ദുരൂഹമായി എന്നാണ് ഇനി പറയാൻ പോകുന്നത്. എറണാകുളം അങ്കമാലി അതിരൂപതക്കാരനായ UK-യിൽ സെറ്റിലായിട്ടുള്ള അഡ്മിന്റെ വരവോടുകൂടി നോമ്പ് കാലത്ത് സോഷ്യൽ മീഡിയയിൽ നിന്നും മാറി നിൽക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് സ്ഥാപക അഡ്മിൻ മാറുന്നത്. സ്ഥാപക അഡ്മിൻ മാറി നിന്നുകൊണ്ട് നടന്ന ചർച്ചകളിലൊക്കെ തികച്ചും സുനഹദോസ് വിരുദ്ധർക്ക് വേണ്ടിയുള്ള സാഹചര്യം സൃഷ്ടിക്കലാണ് നടത്തിയത്. ഏക അഡ്മിനിൽ നിന്നും മാറി നോമ്പിന് ശേഷം തിരികെ വന്ന സ്ഥാപക അഡ്മിൻ സെക്യുലർ എന്ന് തോന്നുന്ന തരത്തിൽ 7 പേരെ കൂടി അഡ്മിനാക്കിക്കൊണ്ട് അഡ്മിൻ പാനൽ പുനർനിർമ്മിച്ചു. സഭയോടൊത്ത് യാത്ര ചെയ്യുന്ന 3 പേർ ഗ്രൂപ്പിന്റെ സഭാവിരുദ്ധത മുന്നോട്ട് കൊണ്ടുപോകവേ അവർ അഡ്മിൻ പാനലിൽ നിന്നും ഗ്രൂപ്പിൽ നിന്ന് പോലും ലെഫ്റ്റ് ആവുകയും ഉണ്ടായി. പിന്നീടാണ് യഥാർത്ഥത്തിൽ ക്രൈസ്തവ വിഷൻ 2033 എന്നത് ക്രൈസ്തവരുടെ ഇടയിൽ 2033 കൂടി വിഷം കുത്തിവെച്ച് ക്രൈസ്തവ സഭയെ ദുർബലപ്പെടുത്താൻ നടത്തിയ നീക്കമായിരുന്നുവെന്ന് വ്യക്തമാക്കപ്പെടുന്ന കാര്യങ്ങൾ സംഭവിച്ചത്. ഇപ്പോൾ ആ ഗ്രൂപ്പ് ആരാണ് മുന്നോട്ട് കൊണ്ടുപോകുന്നത്? ഇപ്പോൾ ക്രൈസ്തവ വിഷൻ 2033 ഗ്രൂപ്പ് പൂർണ്ണമായും സഭാവിരുദ്ധരായ 3 വ്യക്തികളുടെ കയ്യിലാണ് ഉള്ളത് എന്നതാണ് യാഥാർത്ഥ്യം. രൂപീകരണ അഡ്മിൻ അദ്ദേഹത്തിന്റെ ദൗത്യം പൂർത്തീകരിച്ച് യൂദാസിന്റെ 30 വെള്ളിക്കാശ് പോലെ അദ്ദേഹത്തിന്റെ പ്രതിഫലം വാങ്ങി പിൻവാങ്ങിയിരിക്കുകയാണ്. ആരാധനാക്രമ ഏകീകരണം സീറോ മലബാർ സഭയിൽ നടപ്പിലാക്കുന്നതോടുകൂടി ആഗോള കത്തോലിക്ക സഭയിലെ 3ാമത്തെ വലിയ സഭ എന്ന നിലയ്ക്ക് സീറോ മലബാർ സഭയുടെ വളർച്ചയുടെ ഗതിവേഗം കൂടുമെന്ന് തിരിച്ചറിഞ്ഞവരുടെ ഗൂഢാലോചനയാണ് സഭയെ ദുർബലപ്പെടുത്തുന്ന നടപടികളായി കഴിഞ്ഞ കുറേ വർഷമായി എറണാകുളത്ത് തുടരുന്നത്. സഭയുടെ അതിവേഗ വളർച്ചയ്ക്ക് നേതൃപരമായ പങ്കുവഹിച്ച സീറോ മലബാർ സഭയുടെ തലവനും പിതാവുമായിരുന്ന മാർ ആലഞ്ചേരി പിതാവിനെ അട്ടിമറിക്കുന്നതിന് വേണ്ടി നടത്തിയ വിവിധ തലങ്ങളിലെ പ്രവർത്തനങ്ങളിലെ ഒരു തലമാണ് സാമൂഹ്യ മാധ്യമങ്ങളിലെ ഈ ഇടപെടൽ. സാമൂഹ്യ മാധ്യമങ്ങളെ ഉപയോഗിച്ച് ഇത്തരം അട്ടിമറി നേതൃത്വം നൽകുവാൻ മാർ സെബാസ്റ്റ്യൻ എടയന്ത്രത്ത് പിതാവ് ശ്രമിച്ചിട്ടുണ്ട് എന്നതാണ് യാഥാർത്ഥ്യം. എറണാകുളം സുനഹദോസ് വിരുദ്ധർ 1 ഡസൻ യൂട്യൂബ് ചാനലുകളാണ് ഈ കാലഘട്ടത്തിൽ തുടങ്ങിയത്. നാട്ടിലും വിദേശത്തും ഇരുന്നുകൊണ്ട് അത്തരം യൂട്യൂബ് ചാനലുകൾ പ്രവർത്തിക്കുന്നുമുണ്ട്. ഫേസ്ബുക്ക് പേജുകൾ തന്നെ 13 ഉണ്ട്. സഭയെ സ്നേഹിക്കുന്നവരുടെ ഇടയിലും സഭാവിരുദ്ധതയുടെ പൊതുബോധം സൃഷ്ടിക്കുവാൻ സമാന്തരമായ പ്രവർത്തനങ്ങളും നടത്തി എന്നതിന്റെ ഒരു ഉദാഹരണമാണ് ക്രൈസ്തവ വിഷൻ 33 എന്ന പേരിലെ വാട്സാപ്പ് ഗ്രൂപ്പ് പറയുന്നത്. അതിന്റെ സ്ഥാപക അഡ്മിനെയും ഇപ്പോഴത്തെ അഡ്മിന്മാരുടെ സാമൂഹിക സാമ്പത്തിക അന്തരീക്ഷം പരിശോധിക്കുകയും അവരുടെ നിലപാടുകളിലെ തീവ്രത പരിശോധിക്കുകയും ചെയ്യുമ്പോൾ സഭയെ അട്ടിമറിക്കാനുള്ള ശ്രമം നടത്തുന്ന തീവ്രവാദ ബന്ധമുള്ള ചില കണ്ണികളിലേക്ക് എത്തുമെന്ന കാര്യത്തിൽ ഒട്ടും സംശയവും വേണ്ട.